ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വ്യാഴം വെള്ളി എത്തിയിരിക്കുകയാണ്. തിയേറ്റർ റിലീസുകൾ ഏതൊക്കെയെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് പ്രത്യേകിച്ച് സിനിമകളൊന്നും റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ നാളെ നവംബർ മാസം 29 വെള്ളിയാഴ്ച തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകൾ അതായത് ഹലോ മമ്മി, പിന്നെ സൂക്ഷ്മദർശിനി, ഈ സിനിമകളൊക്കെ പിന്നെന്താ പറയുക, നല്ല രീതിയിൽ തന്നെ കളക്ഷൻ നേടി വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയിലേക്ക് വേറെ സിനിമകൾ വരുന്നുണ്ട്. 8ഓളം സിനിമകൾ ഈ ഒരാഴ്ച റിലീസ് ചെയ്യുന്നുണ്ട്, നാളെ റിലീസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ സിനിമകളാണ്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് പിന്നെ മാറ്റിവെച്ച ഒരു സിനിമ ഉണ്ട്, 29 മാറ്റിവെച്ച ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ. അത് ആ ഒരു സിനിമ നാളെ പിന്നെ നവംബർ മാസം 29 റിലീസ് ചെയ്യുന്നതാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സൈജു കുറുപ്പ്, അജു വർഗീസ്, ജോണി ആന്റണി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. വിനീഷ് വിശ്വനാഥനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. എഴുതിയിട്ടുള്ള ആനന്ദ് മന്മഥനാണ്. ഈ ഒരു സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ നാളെ നവംബർ മാസം 29 റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. സ്വർഗവാസൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. RJ ബാലാജിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. RJ ബാലാജി, സെൽവരാഘവൻ, നടരാജ സുബ്രഹ്മണ്യൻ, സാനിയപ്പൻ, ഷറഫുദ്ദീൻ, ഹക്കീം ഷാ ഇവരൊക്കെ ഈ സിനിമയിലും പ്രധാന ഭാഗങ്ങളാകുന്നുണ്ട്. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് മൂവി കൂടിയാണ് ഈ ഒരു തമിഴ് സിനിമ എന്നുള്ളത്. സിദ്ധാർത്ഥ് വിശ്വനാഥാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയും നാളെ നവംബർ മാസം 29 തിയേറ്റർ റിലീസ് ചെയ്യാണ്. അടുത്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു ഇംഗ്ലീഷ് ആനിമേഷൻ ഫാന്റസി അഡ്വഞ്ചർ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മോന 2 എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് 3Dയിൽ നാളെ റിലീസ് ചെയ്യുന്നതാണ്. നവംബർ മാസം 29 റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു കോമഡി മൂവിയാണ്. ജമീലാന്റെ പൂവൻ കോയി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബിന്ദു പണിക്കരും സൂരജ് പോപ്സും ഒക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഷാജഹാനാണ് ഈ സിനിമയുടെ ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ജമീലാന്റെ പൂവൻ കോയും നവംബർ മാസം 29 റിലീസ് ചെയ്യുന്നത്. നാളെയാണ് റിലീസ് ചെയ്യുന്നത്. ഒരു റിലീസ് ഉണ്ട്. നമ്മുടെ മമ്മൂക്കയുടെ അറക്കൽ മാധവനുണ്ണി വരുന്നു, വല്യേട്ടൻ. അപ്പോൾ വല്യേട്ടൻ നാളെ റിലീസുണ്ട്. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. അപ്പോൾ നാളെ ആരൊക്കെ വല്യേട്ടന് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. വവ്വാലും പേരക്കയും എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയും നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സോണി ജോൺ, ആതിര രാജ്, ജാഫർ ഇടുക്കി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. NV മനോജാണ് ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വവ്വാലും പേരക്കയും നവംബർ മാസം 29 റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. മിസ് യു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സിദ്ധാർത്ഥ്, അഷിക രംഗനാഥൻ, കരുണാകരൻ, ബാലശരവണൻ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. N രാജശേഖരനാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അതും 29 നാളെ ഈ ഒരു സിനിമ, ഈ തമിഴ് സിനിമ റിലീസ് ഉണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്, ഒരു അനിമേഷൻ മൂവിയാണ്. വൈൽഡ് റോബോട്ട് എന്ന സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ നാളെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് കേരളത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അഡ്വഞ്ചർ ആനിമേഷൻ ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് നവംബർ മാസം 29 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകൾക്ക് ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ പിന്നെ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്യുക. ഇതുപോലെ വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഓക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.